കേരളത്തിലെ ഒരുപാട് ജനങ്ങൾ ഒരാഴ്ചയായിട്ട് ഒറ്റുനോക്കുന്ന ഒരു കാര്യമാണ് അങ്കോളയിൽ വെച്ച് സംഭവിച്ച മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ എന്ന ചെറുപ്പക്കാരന് എന്താണ് സംഭവിച്ചത്. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? ഇത്രയും നാളായിട്ട് എന്തുകൊണ്ടാണ് അർജുൻ എന്ന ആ ഒരു ചെറുപ്പക്കാരനെയോ അല്ലെങ്കിൽ അദ്ദേഹം ഓടിച്ചിരുന്ന ഭാരത് ബെൻസിന്റെ ആ ഒരു ലോറിയോ ഇത്രയും നാളായിട്ട് കണ്ടെടുക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് ഇതുവരെ സാധിക്കാതെ വന്നത്? ഈ ഒരു സമയത്ത് ഒരു ലോറി ഡ്രൈവറുടെ ഒരു വോയിസ് റെക്കോർഡ് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാം. എന്തൊക്കെയാണെങ്കിലും ഒരു വോയിസ് റെക്കോർഡ് കേൾക്കുന്ന സമയത്ത് ഒരു ശുഭപ്രതീക്ഷയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അർജുൻ എന്ന ആ ഒരു ചെറുപ്പക്കാരൻ ഇപ്പോഴും ആ ഒരു ലോറിക്കുള്ളിൽ സേഫ് ആയിട്ട് ഇരിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം ഇതിനകത്ത് സംസാരിച്ചിരിക്കുന്നത്. അക്ബർ ഷാ എന്ന് പറയുന്ന കായംകുളം സ്വദേശിയായിട്ടുള്ള ഒരു ലോറി ഡ്രൈവറുടെ വോയിസ് റെക്കോർഡാണിത്. എന്തായാലും ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. നമസ്കാരം സാർ, എൻ്റെ പേര് അക്ബർ ഷാ. ഞാൻ കായംകുളം സ്വദേശിയാണ്. ഞാൻ ഒരു ഡ്രൈവറാണ്. ഞാൻ എല്ലാ വാഹനവും ഓടിക്കും. ഞാൻ മണ്ണ് ടിപ്പർ അങ്ങനെയുള്ള വാഹനങ്ങളും ഓടിക്കുന്ന ആളാണ്. മലയിൽ വണ്ടി കയറ്റുന്ന ആളാണ്. മണ്ണിൽ പണിയെടുത്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ കണ്ടെയ്നറാണ് ഓടിക്കുന്നത്. സാർ, എൻ്റെ ഒരു ഗസ്സിംഗ് ആണ്. അങ്കോളയിൽ ഉണ്ടായ ആ അപകടത്തിൽ അർജുൻ എന്ന ചെറുപ്പക്കാരൻ ആ മലയോട് ചേർത്താവണം ആ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. വാഹനത്തിന് നല്ല വെയിറ്റ്, ഒരു 28-30 ടണ്ണിൽ മേലെ ഭാരമുള്ള ആ വാഹനം മലയോട് ചേർത്ത് പാർക്ക് ചെയ്തിരുന്നു. ആ മണ്ണിടിച്ചിൽ മേളിൽ നിന്നുണ്ടായ സമയത്ത് റോഡിന്റെ ഭാഗത്തോട്ട് മണ്ണ് വീണു. മലയോട് ചേർന്ന് തന്നെ വാഹനം കിടപ്പുണ്ട്. അർജുൻ ഉറക്കമായത് കാരണം ഒന്നും അറിഞ്ഞില്ല. ആ റോഡിലോട്ട് മണ്ണ് വീണു. മലയിലോട്ട് ആ മല നിന്ന ഭാഗത്തോട്ട് വെള്ളം താഴോട്ടിറങ്ങി ചരിവുണ്ടായി. വെള്ളം വീണ് നല്ല വഴുക്കലുണ്ടാവും. നല്ല കട്ടിങ്ങും രാവിലെയൊക്കെ നല്ല വഴുക്കലുണ്ടാവും. അപ്പം വീണ്ടും മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ സമയത്ത് വഴുക്കലുണ്ടായിട്ട് മണ്ണ് റോഡിലോട്ട് വീണിട്ട് തെള്ളി വാഹനം ഉള്ളിലോട്ട് മല നിന്ന ഭാഗത്തോട്ട് ഞെരുങ്ങി പോയിട്ടുണ്ടാവണം. ആ GPS ലൊക്കേഷൻ കാണിച്ച അതേ ഭാഗത്ത് തന്നെ, വണ്ടി പാർക്ക് ചെയ്തിരുന്ന അതേ ഭാഗത്ത് നിന്ന് മല നിന്ന ഭാഗത്തോട്ട് ഉള്ളിലോട്ട് കയറി വേണം നോക്കാൻ. അവിടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ വാഹനം ഉണ്ടാവും. കാരണം ആ ചരിവുണ്ടായത് കാരണം, മലയിടിഞ്ഞ് ചരിവുണ്ടായത് കാരണം വണ്ടി തെള്ളി ഉള്ളിലോട്ട് പോയി. അവിടെ ഒരു ചതിപ്പ് പോലെ ആയിട്ടുണ്ട്. ആ ചതിപ്പ് പോലെ ആയത് കാരണം ചരിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലെ വീല് ചരിഞ്ഞ് നിരങ്ങി ഉള്ളിലോട്ട് പോയി. ആ വണ്ടി ആ മണ്ണ് ലൂസായത് കാരണം. ആ വണ്ടി പുഴയിലോട്ട് വീണെങ്കിൽ ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ആവുകയില്ല. ആ വണ്ടി ആ ഭാഗത്ത് കിടക്കുന്നത് കൊണ്ടായിരുന്നു വാഹനം സ്റ്റാർട്ടായത്. വണ്ടി മഴ പെയ്തിട്ട് എയർ സർക്കുലേഷൻ, അങ്ങോട്ട് വെള്ളം ഇറങ്ങിയിട്ട് എയർ സർക്കുലേഷൻ കിട്ടിയത് കൊണ്ടാണ് വാഹനം സ്റ്റാർട്ടായത്. ആ പുഴയിലോട്ട് വീണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. പുഴയിലോട്ട് വീണിരിക്കുന്ന മണ്ണിന്റെ ഇടഭാഗത്തും വണ്ടി ഉണ്ടെങ്കിലും ഒരിക്കലും വണ്ടി സ്റ്റാർട്ടാവില്ല. അവിടെ ഒരിക്കലും എയർ സർക്കുലേഷൻ കിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ കേട്ട ഒരു വോയിസ് റെക്കോർഡ് എന്ന് പറയുന്നത് കായംകുളം സ്വദേശിയായിട്ടുള്ള അക്ബർ ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വോയിസ് റെക്കോർഡാണ്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ലോഡ് കയറ്റിക്കൊണ്ട് വാഹനങ്ങളായിട്ട് പോകാറുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് കിട്ടിയ ചില കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളായിട്ട് പങ്കുവെച്ചത്. എന്തൊക്കെയാണെങ്കിൽ ഇതിനെപ്പറ്റി അധികം സംസാരിക്കാനായിട്ട് നമുക്കറിയില്ല. ഇപ്പോൾ പല വീഡിയോസും ഞാൻ ഇതിന്റെ പേരിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അർജുൻ എന്ന ആ ഒരു പയ്യൻ ഈ
പറയുന്ന ഈ ഒരു ഭാരത് ബെൻസിന്റെ ലോറിക്കുള്ളിൽ തന്നെ സേഫ് ആയിട്ടുണ്ടാകും. ആ ഒരു ലോറി ഇത്രയും വെയിറ്റ് താങ്ങാനായിട്ട് ആ ഒരു ലോറിക്ക് സാധിക്കും. അതിൻ്റെ ഉള്ളിൽ എയർ സർക്കുലേഷൻ ഉണ്ടാകും. പിന്നെ അർജുൻ എന്ന ആ ഒരു വ്യക്തി ഈ പറയുന്ന ഫുഡും കാര്യങ്ങളൊക്കെ തൻ്റെ വണ്ടിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ തന്നെ സേഫ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ ഇത്രയും നാളായിട്ടും അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാം എന്നുള്ളൊരു രീതിയിൽ ഇത്രയും നാളായിട്ടും ആ ഒരു ലോറിയോ അല്ലെങ്കിൽ ആ ഒരു അർജുൻ എന്ന ആ ഒരു പയ്യനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റോ ഇതുവരെ കണ്ടെത്താനായിട്ട് നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരുപാട് സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ അർജുൻ എന്ന ആ ഒരു വ്യക്തിയെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ഒരുപാട് ആശങ്കയോടുകൂടി അല്ലെങ്കിൽ ഒരുപാട് സങ്കടത്തോടു കൂടി ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വോയിസ് റെക്കോർഡ് കേട്ടതിനനുബന്ധിച്ചുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് ഇതിനെ അധികാരപ്പെട്ടവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയാണെങ്കിലും ഈ അക്ബർ ഷാ എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചില കാര്യങ്ങൾ അതിനകത്ത് സത്യാവസ്ഥ ഉള്ളതായിട്ട് തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് അർജുൻ എന്ന ആ ഒരു അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ആധികാരികമായിട്ട് അല്ലെങ്കിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനോ ഒന്നും സാധിക്കുന്നവരല്ല നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും അദ്ദേഹം തിരിച്ചു വരാനായിട്ട് അങ്ങനെ ഒരു ചെറിയ സാധ്യത ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ആ ഒരു ജീവിതത്തിലേക്ക് വരാനായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫാമിലിക്ക് വേണ്ടിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയും എല്ലാവരും നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു സമയം അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കേരളത്തിൽ എല്ലാവരും ഒറ്റുനോക്കുന്ന ഒരു കാര്യമാണ് അർജുൻ എന്ന ഒരു വ്യക്തി കാണാതായത്. എന്തായാലും ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റും ഇതുവരെയും കണ്ടെത്താനായിട്ട് സാധിക്കാത്തത് നമ്മുടെ സർക്കാരിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം ആ ഒരു ലോറി എവിടെ പോയിന്ന് പോലും ഇത്രയും നാളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അത് നല്ല സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വോയിസ് റെക്കോർഡ് കേട്ടതിലൂടെ ഒരു ശുഭപ്രതീക്ഷയാണ് നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും അർജുൻ എന്ന ആ ഒരു പയ്യൻ ആ ഒരു ലോറിക്കുള്ളിൽ തൻ്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഉറ്റുനോക്കി കാത്തിരിപ്പുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് വിട്ടുകളയരുത്. അത് എന്തൊക്കെയാണെങ്കിലും അർജുൻ എന്ന ആ ഒരു ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ആധികാരികമായിട്ട് ഒന്നും അറിയില്ല ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വോയിസ് റെക്കോർഡ് അനുസരിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് വരാനായിട്ട് സാധിക്കട്ടെ.